and extra on what I can make. Hi, welcome back to my YouTube channel. So, കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു പ്രോപ്പർ മീൽ prep for a week ചെയ്യണം വിചാരിച്ചിട്ട്, but കുറേ കാലങ്ങളായി I couldn't do it, and I have been doing ingredients prep for so long, like cutting ഫുഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് വെക്കുക, സവോള അങ്ങനത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലാതെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് മീൽ prep ചെയ്ത് വെച്ചിട്ടില്ല. I have been seeing lots of videos and how it saves time, but I couldn't do it. So today let's do our proper meal prep. So the step 1 is check what's inside your fridge. Okay, so നമുക്ക് ആദ്യം നോക്കേണ്ടത് ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്. സോ ഐ വിൽ ഫസ്റ്റ് നോക്കും എന്തൊക്കെയാ ഉള്ളതെന്ന്, എന്നിട്ട് ഐ വിൽ നോട്ട് ഇറ്റ് ഡൗൺ. സോ ഐ ഹാവ് ദിസ് റഫ് നോട്ട്ബുക്ക് ദാറ്റ് ഐ യൂസ് ഫോർ ലിറ്റിൽ എവറിത്തിങ്. ദർ ഈസ് സം കർഡ്, ടൊമാറ്റോ, പനീർ ആൻഡ് ചപ്പാത്തീസ്. Then I already have oats, പിന്നെ കുറച്ച് പയർ ഓൾറെഡി നേരത്തെ വാങ്ങിച്ചു വെച്ച കുറച്ച് 4 different types of പയറൊക്കെ ഉണ്ട്. സോ ഓൾമോസ്റ്റ് കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു തിങ്ക് what extra ingredient need to buy. So second step is to write these ingredients down so that you can get an idea about what you have and what you want to buy. Okay, so let's see. So already I have curd, ടൊമാറ്റോ, പനീർ, 3 ചപ്പാത്തീസ്, ഓട്സ്, പയർ, ഇത്രയും ഓൾറെഡി ഉണ്ട്. ആൻഡ് എക്സ്ട്രാ ഐ നീഡ് ടു ബൈ 1 extra vegetable, then 1 extra curd, then I need to make some kind of salad, so 1 more extra salad vegetable. Then yeah, these are the ingredients extra that I should buy. So let's order it from the extra ingredients we should order. So I have this planner for me, weekly meal prep planner ഉണ്ട്. So I will write it down for each breakfast, lunch and dinner എന്താണ് എനിക്ക് ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് what I can make. So the ingredients and I will write it down what I can make so easy and അങ്ങനത്തെ രീതിയിൽ is my weekly meal. So for breakfast I have 1 chapati left. So chapati roll. Then for lunch with one kind of payar. With 1 kind of payar I can make something out of payar and more curry with curd. പിന്നെ നൈറ്റിൽ ഡിന്നർ ആയിട്ട് സാലഡ് എന്തെങ്കിലും സാലഡ് ലെറ്റ്യൂസ്. ഓക്കെ, വി ഹാവ് ട്രൈഡ് ലെറ്റ്യൂസ് ഫോർ സാലഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡേ ഓട്സ്. ഞാൻ എപ്പോഴും ഓവർനൈറ്റ് ഓട്സ് വെക്കാറുണ്ട്. സോ ഓവർനൈറ്റ് ഓട്സ് പ്ലസ് ഫ്രൂട്ട്സ്, സം കൈൻഡ് ഓഫ് ഫ്രൂട്ട്, പിന്നെ റൈസ് പ്ലസ് മോര് പ്ലസ് some kind of carrot തോരൻ എന്തെങ്കിലും. നൈറ്റ് സാലഡ്. പിന്നെ ഓട്സ് ആയിരിക്കും മോസ്റ്റ്ലി എവറി ഡേ I will be eating oats for mostly every breakfast, I think. Usually I used to eat it with milk വെച്ച്, like overnight oats milk ഒഴിച്ചിട്ട് ഞാൻ milk dates and oats വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് I changed milk with soy milk ആയിട്ട് ട്രൈ ചെയ്തു. ബട്ട് recently I tried it with curd, oats and curd. It's so yum. രാവിലെ ആകുമ്പോഴത്തേക്കും it's very creamy. curd ആണെന്നേ തോന്നത്തില്ല. oats, curd and dates. So yum, you should try. പിന്നെ നെക്സ്റ്റ് റിപ്പീറ്റഡ് ആയിരിക്കും ഓട്സ്, റൈസ്, പയർ, മോര്. ഒരു കുറേ ഉണ്ടാക്കി വെച്ചാൽ യു ക്യാൻ ഡ്രിങ്ക് മോർ ഫോർ. ദെൻ പനീർ സാലഡ്, ഐ ആം തിങ്കിങ് അബൌട്ട് ഇറ്റ്. Then Friday I only need breakfast and lunch. Friday evening maybe I will be going to home or something, I don't know. So Saturday I won't be planning. It's anything can happen. So Monday to Friday I will plan. So this is the rough plan, but while making the food this can change, or by eating the food it can change. So let's see. So let's start making. ഇനി നമ്മൾ കറീസ് ആൻഡ് സാലഡ് പിന്നെ ഓട്സ് ആയിരിക്കും ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. ആൻഡ് റൈസ് ഫോർ ടുമോറോ. 2 days ഉള്ള റൈസും ആയിരിക്കും വി വിൽ ബി പ്രിപ്പയറിങ്. സോ ദീസ് ആർ ദി ഇൻഗ്രീഡിയൻസ്: curd, carrot, cucumber, lettuce and payar, different types of payar, oats, paneer,
സോ ഫസ്റ്റ് നമുക്കിതെല്ലാം കട്ട് ചെയ്യാം. ഫസ്റ്റ് വി വിൽ കട്ട്. എന്നിട്ട് നമുക്ക് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് വി ക്യാൻ prep for. So first let's wash these. നമുക്കിത് രണ്ടും വാഷ് തൊലി കട്ട് എന്തിനാ തൊലി കളയുന്നു എന്നു തോന്നുന്നു. ഓ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് സാലഡ് ബോൾസ് ആണ് ഫോർ ഡിന്നർ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഓണിയൻസ് ഉണ്ട്, സം ലൈം ഫോർ ദ ഡ്രസ്സിംഗ് ആൻഡ് കുക്കുംബർ, ക്യാരറ്റ്, ഒലിവ് ഓയിൽ, ദെൻ കോൺ, ലെറ്റ്യൂസ് ആൻഡ് ടൊമാറ്റോ ആൻഡ് നമ്മൾ വി ഹാവ് ജാർസ് ഹിയർ. സോ നമുക്കിപ്പം ഫസ്റ്റ് സാലഡ് ജാർസ് ഉണ്ടാക്കാം. നമ്മൾ 4 day ഡിന്നേഴ്സിനുള്ള 4 സാലഡ് ജാർ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്തോട്ട് സാലഡ് ഡ്രസ്സിംഗ് ഇടും. സോ ഒലിവ് ഓയിൽ എല്ലാത്തിൻ്റെ അകത്തോട്ട് we will pour olive oil, then lime. ലൈം ഒഴിച്ചതിന് ശേഷം കുറച്ച് പെപ്പർ, then some salt, then നമ്മൾ ലെയർ ബൈ ലെയർ ഇത് സെറ്റ് ആക്കും. നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് some tomatoes into each. ഈ ടൊമാറ്റോസ് എല്ലാം നമ്മൾ tomatoes into. Then next we'll be putting some onions, cucumber, ഇത്ര എക്സ്ട്രാ ഇടാൻ പറ്റും. cucumber, then some carrot, some corn. I love corn, so extra time it's okay. Then finally our lettuce. Salad ആകുമ്പോൾ lettuce നിർബന്ധമാണ്. വേണമെങ്കിൽ കുറച്ചുകൂടെ we can put in lime ടോപ്പിംഗ് ആയിട്ട്. നമ്മൾ ആദ്യം ഇത് ഒഴിച്ച എന്താന്ന് വെച്ചാൽ ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ബൗളിലോട്ട് ആക്കിയിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സം മോർ ഒലിവ് ഓയിൽ ഒഴിക്കണം കുറച്ച്. സോ നമ്മുടെ 4 daysലോട്ടുള്ള ഡിന്നർ, ഹെൽത്തി ഡിന്നർ. സോ വി ക്യാൻ ക്ലോസ് ദിസ് അപ്പ്. So the salad bowls are ready for the week. Let's have some healthy food. So the salad bowls are ready. So let's store this inside the fridge. We are done with the dinner. Next we are going to make overnight oats with curd. So breakfast till 4 days. ഓവർനൈറ്റ് ഓട്സ് വെക്കുന്നതിന് മുന്നേ ഈ ഓട്സ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഹീറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം ചെറുതായിട്ട്.
എന്നുവെച്ചാൽ ചിലത് ഫ്രൈഡ് കുക്ക്ഡ് ഓട്സ് ആയിരിക്കത്തില്ല. സോ ഇപ്പം മിക്സ്ഡ് ഓട്സ് ആണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഹോൾ ഗ്രെയിൻ നോൺ റോസ്റ്റഡ് ആയിരിക്കുന്നു. സോ ഇത് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓവർനൈറ്റ് ഓട്സിൽ വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഓട്സ് കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്. ആൻഡ് ഇത് ചൂടാറിന് ശേഷമേ നമ്മൾ ജാറിലാക്കി വെക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് ചൂടാറാൻ വെക്കാം. സോ ആ ടൈം കൊണ്ട് നമുക്ക് വി ക്യാൻ മേക്ക് സം ക്യാരറ്റ് മെഴുക്കുവരട്ടി. സോ ഞാൻ വളരെ സിമ്പിളായിട്ട് പാചകം ചെയ്യുന്നതാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം. സോ now we are going to make the breakfast overnight oats. So 4 ദിവസത്തേക്കുള്ള എടുത്തിരിക്കുന്നത്. And we have oats, fried oats and curd and dates and some water. So first നമ്മൾ ഒരു നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഈച്ച് ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു alternate days I will be adding some chia. എല്ലാ ദിവസവും ചീയ കഴിക്കുന്നത് നല്ലതല്ല നിങ്ങൾ കേട്ടു. സോ എല്ലാ ദിവസവും കഴിക്കാതെ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രം ചിയ സീഡ്സ് ഐ ആം ആഡിങ്. പിന്നെ എല്ലാത്തിനും ഒരു 2 dates വെച്ചിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഡേറ്റ്സ് ആഡ് ചെയ്തു. നൗ വി ക്യാൻ ആഡ് ദി കേർഡ് എടുക്കാം. വാട്ടർ വെച്ച് ചെയ്യുന്നവരുണ്ട്, മിൽക്ക് വെച്ച് ചെയ്യുന്നവരുണ്ട്. സോയ് മിൽക്ക് വെച്ച് ഐ യൂസ് ടു ഡു ദാറ്റ്. ബട്ട് റീസെന്റ് വെൻ ഐ ട്രൈഡ് കേർഡ്, I loved it. It's so yum. So I am using curd here. ഒരു 2 teaspoon of curd. 2 teaspoon അല്ല 2 spoon. യോഗർട്ടും വെച്ച് ട്രൈ ചെയ്യാം. You can try it with yogurt as well. Yeah. And now we are adding some drinking water, warm water to it. എല്ലാത്തിനും കുറച്ച് water കൂടെ ആഡ് ചെയ്യും. ആൻഡ് മിക്സ് ഇട്ട് വരും. അതായത് നമ്മൾ അതെല്ലാം can add more water or curd. അതൊന്ന് എല്ലാം ഒന്ന് വാട്ടറിൽ അങ്ങനെ സിങ്ക് ആയിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ മോർണിംഗ് ആകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി പെർഫെക്റ്റ് ഫിറ്റ് ഫോർ ഈറ്റിംഗ്. സോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എസ്പെഷ്യലി ചിയ ഉള്ളത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം ചിയ ഷുഡ് അബ്സോർബ് ഓൾ ദാറ്റ് വാട്ടർ ആൻഡ് ഇറ്റ് ഷുഡ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഡേഞ്ചറസ് ടു ഈറ്റ് ചിയ. സോ ഒരു മിക്സ് ചെയ്ത് നല്ലപോലെ ആക്കുക. എല്ലാം അതുപോലെ മിക്സ് ചെയ്യുക. വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല. ഓവർനൈറ്റ് ആയതുകൊണ്ട് വെൻ യു ടേക്ക് ഇറ്റ് ഔട്ട് ഇറ്റ് വിൽ ബി കറക്റ്റ്. ഓട്സ് എല്ലാം സോക്ക് ചെയ്തെടുത്ത് ഒരു ക്രീമി ടേസ്റ്റിൽ ഇറ്റ് വിൽ കം. For morning breakfast are ready. And ഇതിന്റെ കൂടെ മോർണിംഗിൽ യു ക്യാൻ cut your preferred fruit, banana, strawberry, mango, whatever. You can eat it with it. It is so yummy for me. So I'm done with the dinner and breakfast. So next we are going to prep lunch. But before that, നമ്മുടെ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്ത പ്ലാൻസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ രാവിലെ ചപ്പാത്തി റോളായിരുന്നു. ചേഞ്ച് ടു ഓട്സ്. എവറിഡേ മോർണിംഗ് ഓട്സും എവറിഡേ നൈറ്റ് സാലഡുമാണ്. ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രിപ്പയർ ലഞ്ച്. ലഞ്ചിന് യൂഷ്വലി റൈസ് ഞാൻ ഓവർനൈറ്റ്, ഇന്ന് രാത്രി, ഇപ്പം നാളത്തേക്ക് ലഞ്ച് ആണെങ്കിൽ ഇന്ന് രാത്രി ഐ വിൽ ബോയിൽ ദ റൈസ് ആൻഡ് കീപ് ഇറ്റ് ഇൻസൈഡ്
സ്റ്റീം കുക്കർ അല്ലേ. അപ്പം 4 മോർണിംഗ് ആകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ വെന്തിരിക്കും. സോ ദാറ്റ്സ് ദ മെത്തഡ് ദാറ്റ് ഐ യൂഷ്വലി ഡു. 2 ഡേയ്സിലോട്ടുള്ള റൈസാണ് യൂഷ്വലി ഞാൻ ചെയ്യാറ്. അപ്പം അതിൽ തന്നെ ചൂടോടെ ഇരിക്കും. സ്റ്റീം കുക്കറിലാകുമ്പോഴത്തേക്കും ചീത്തയൊന്നും ആകത്തില്ല. ഫോർ 2 days ചൂടങ്ങനെ തന്നെ നിൽക്കും. ആൻഡ് ഐ തിങ്ക് ഫോർ കറി ഐ എം ഗോണ പ്രിപ്പയർ മോര് കറി. ഇറ്റ്സ് ദ ബെസ്റ്റ് മീൽ പ്രിപ്പ് ഐഡിയ എവർ. കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചാൽ 1 week 1 of the കറി will be മോര് കറി. ആൻഡ് റീസെൻ്റ്ലി ഐ എം എൻ എക്സ്പെർട്ട് ഇൻ മേക്കിംഗ് മോര് കറി. മോര് കറി എക്സ്പെർട്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്ലാറ്റ് ബീൻസ് പറഞ്ഞതാണ്. ആൻഡ് വിത്ത് ദാറ്റ് ഒരു ദിവസം ക്യാരറ്റ് മെഴുക്കുവരട്ടി ഓൾറെഡി ഉണ്ടാക്കി. ആൻഡ് നെക്സ്റ്റ് 2 പയർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. സോ പയറിൻ്റെ 2 കറി. സോ ദാറ്റ്സ് എ പ്ലാൻ. ലെറ്റ്സ് ഗോ ടു ദി ലാസ്റ്റ് സെഷൻ ഓഫ് ലഞ്ച് ക്ലബ്. ഐ എം ഓൾറെഡി ടയർഡ് ഗൈസ്. ബട്ട് ഒരു വീക്കിലോട്ട് ഉള്ള സാധനങ്ങൾ ഹെൽത്തി ഫുഡ് റെഡിയാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സമാധാനം. സോ ലെറ്റ്സ് സീ. ആൻഡ് ഡിസ്ക്ലെയിമർ, ഐ ആം നോട്ട് എൻ എക്സ്പെർട്ട് ഇൻ മീൽ പ്രപ്പ്. ഞാനും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടും യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് കുറച്ച് എളുപ്പമുള്ള സാധനം എടുത്ത് വെച്ച് നോക്കുവാണ്. ഐ ആം ഓൾസോ ട്രൈയിങ് ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ് ഫോർ മീ. ഓക്കെ, ഞാനിതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് കണക്കാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന് ആഫ്റ്റർ 1 week ഐ വിൽ ഗിവ് യു മൈ റിവ്യൂസ്. സോ ലെറ്റ്സ് സീ. ഫോർ യു ഐ ആം ഡൂയിങ് ദി എക്സ്പെരിമെൻറ്റ്. മോര് കറി, തൈര്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, മറ്റേ മുളകും വേപ്പിലയും ജീരകം, കടുക്, ഉലുവ. ആൻഡ് യു നോ ദ ടീ. എൻ്റെ പൊടി മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. സവോള ഇഞ്ചി ബാക്കിയില്ല. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയിട്ട് നമുക്ക് തൈര് വയ്ക്കാം. സോ ടിൽ ദെൻ വി ക്യാൻ മേക്ക് റൈസ്. കുക്കറല്ല, ഇറ്റ്സ് എ തേർമൽ കുക്കർ. ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ റൈസ് എടുത്ത് വെക്കുന്നത്. സോ രാവിലെ ആകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി വെന്ത് കിട്ടും. അരിയുണ്ട്. ആ ചൂടോടെ തന്നെ നമ്മൾ അടച്ചു വെക്കണം. ചൂടോടെ തന്നെ നമ്മൾ അടച്ചു വെച്ചാൽ നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം. സോ രാവിലെ ആകുമ്പോഴത്തേക്കും അത് വെന്ത് കിട്ടും. സോ റൈസ് സെറ്റ്. ഇനി നമുക്ക് മോര്, തൈര് മിക്സിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചല്ല, ചൂടാക്കി കൊടുക്കണം. തിളയ്ക്കാൻ പാടില്ല. സോ മോര് റെഡി. മോര് റെഡി. ഇനി നമ്മൾ 2 പയറും വെക്കാൻ പോകണം. രണ്ട് കുക്കറിലായിട്ടാണ് വെക്കുന്നത്. സോ ഒരുമിച്ച് നമുക്ക് 2 ഇതായിട്ട് ഒരുമിച്ച് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം. സോ സിമ്പിളാണ്. ഒരെണ്ണത്തിൻ്റെ അകത്തോട്ട് ഈ ഒരു പയറ്, ഇതിൽ ഈ പയറ്, നെക്സ്റ്റ് 2ലും സവോള ഒരു പിടി, ഓക്കെ. 2ലും ഇഞ്ചി വെളുത്തുള്ളി ഒരു ഹാഫ്, ഇവിടെ ഒരു ഹാഫ്. കറിവേപ്പില വേണമെങ്കിൽ ഇടാം. കുറച്ച് ഇതില്, കുറച്ച് ഇതില്, പിന്നെ 2ലും ഉപ്പ്, ഇതിൽ ഉപ്പ്, വാട്ടർ. 2ലും പച്ചമുളക് ഒരെണ്ണം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ ആവശ്യത്തിന് വെള്ളം. ഞാൻ കറിയാണ് ഉണ്ടാക്കുന്നത്. സ്വിച്ച് വെള്ളം കൂടുതൽ. സോ ഡൺ. ഇനി അടച്ചു വെച്ച് വിസിൽ. സോ ലഞ്ച് റെഡി. മോര് 3 പാത്രത്തിൽ,
പയർ ഇൻടു ഇത് വേറെ പയർ, ഇത് രണ്ട് പയറായിട്ട്. സോ ദീസ് ആർ ദി ലഞ്ച് curries and ചോർ in steam cooker. Yes. Hi, so the meal prep is done and ഏകദേശം പ്ലാൻ ചെയ്ത പോലെ ready. So it's an experimentation. I don't know if it's gonna stay good till the end of the week. Let's see. And at the end of the week I will be giving the review of my meal prep. So if you have any suggestions or tips for me, or if I'm doing something wrong in here, comment below. Okay, and there is that only comment below so I can change it next time.